ഹലോ നമസ്കാരം, എല്ലാവർക്കും എക്സെറ്റ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ, അതായത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും ഇനി അപ്ലൈ ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇതുവരെ റിലീസ് ആയിട്ടില്ല, ഉടൻ വരാൻ പോകുന്ന ഒരു കിടിലൻ അവസരമാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ സിലബസ് എങ്ങനെയാണ്, എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആസ് യു നോ, നാം പറയുന്ന പോലെ തന്നെ നമ്മൾ ജസ്റ്റ് PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു മെത്തേഡിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ ആണ് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിലേക്ക് വരുന്നത്. അപ്പൊ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 100 മാർക്കിന്റെ എക്സാം ആണ്. അതിൽ നമുക്ക് നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സെറ്റിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ജനറൽ ഇംഗ്ലീഷ് ആണ്. ജനറൽ ഇംഗ്ലീഷിന് ഏകദേശം 50 മാർക്കിന്റെ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഒരു ചോദ്യത്തിന് 1 മാർക്ക് വീതം, തെറ്റുത്തരത്തിന് 0.33 വെച്ചിട്ടായിരിക്കും നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. ഇനി ജനറൽ നോളജും ഫാക്ട്സ്, അതായത് GK എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് ഏകദേശം 40 മാർക്കായിരിക്കും വരുന്നത്. നമുക്ക് ഓരോന്നിന്റെയും വിശദീകരിച്ചിട്ടുള്ള ടോപ്പിക്സ് കൂടി പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. 40 മാർക്കാണ് വരുന്നത്. അങ്ങനെ അവിടെ തന്നെ നമുക്ക് 50ഉം 40ഉം 90 മാർക്കും 10 മാർക്കിന്റെ മാത്സിന്റെയും കൂടെ കൂട്ടി 100 മാർക്കിന്റെ എക്സാം ആണ് നമുക്ക് ഫസ്റ്റ് സെറ്റിൽ എന്ത് ചെയ്യുന്നത് വരുന്നത്, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്സിന്റെ ടോപ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ പൈപ്സ് ആൻഡ് സിസ്റ്റംസ്, നമ്പർ സിസ്റ്റം, പെർമ്യൂട്ടേഷൻ, ടാബ്ലർ കോളം, പാർട്ട്ണർഷിപ്സ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, ലീനിയർ ഇക്വേഷൻസ്, വോളിയൂംസ്, LCM, HCF, നമ്പർ തിയറി, പോയിന്റ് ലൈൻസ് ആൻഡ് ആംഗിൾസ്. അതേപോലെ നമുക്ക് കുറച്ച് SSC ലെവലിലാണ് വരുന്നത്. ബട്ട് അവിടെ നമുക്കൊരു 10 മാർക്കാണ് വരുന്നുള്ളൂ. സോ അവിടെ തന്നെ എന്ത് ചെയ്താൽ മതി, നമുക്ക് മാത്സ് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്, നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സെറ്റ് എന്താക്കാൻ പറ്റും, സേഫ് ആക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി വെൻ ഡയഗ്രാം, റേഷ്യോ പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, മിസ്സിംഗ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, പ്രോബബിലിറ്റി, ലൈൻ ചാർട്ട്, ഗ്രാഫ്, ട്രിഗ്നോമെട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഡേറ്റ സഫിഷ്യൻസി തുടങ്ങിയ ഏരിയാസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അടുത്തതായിട്ട് ഈ മാത്സിൽ തന്നെ വരുന്നത്. ഇനി റീസണിങ്ങിൽ മിറർ ഇമേജസ്, ഡിസിഷൻ മേക്കിങ്സ്, ഐഡന്റിക്കൽ ഫിഗേഴ്സ്, പ്രോബ്ലം ഓൺ ഏജ് കാൽക്കുലേഷൻ, നോൺ വെർബൽ സീരീസ്, ബ്ലഡ് റിലേഷൻസ്, കോഡിങ്, നമ്പർ സീരീസ്, അനലോഗി, വെൻ ഡയഗ്രാം, നമ്പർ റാങ്കിങ്, ഇതൊക്കെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു SSC നിലവാരമുള്ള മാത്സിന്റെ ടോപ്പിക്സ് ആണ് നമുക്ക് വരുന്നത്. ബട്ട് ഇതിൽ തന്നെ നമുക്ക് റീസണിങ്ങിൽ തന്നെ നമുക്ക് അനലോഗി, അതുപോലെ നമ്മുടെ ബ്ലഡ് റിലേഷൻസ്, അതൊക്കെ കുറച്ചുകൂടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. അപ്പം നമ്മൾ പിക്ക് ചെയ്ത് സ്പെസിഫിക്കലി പഠിക്കുവാണെങ്കിൽ ആ ഒരു ഏരിയാസ് നമുക്ക് എന്തായിരിക്കും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ പറയുന്നത് അടുത്തത് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യൻ കേരള. GK പാർട്ടിൽ നമ്മൾ കേരള PSCക്ക് പഠിക്കും പോലെ ഫാക്ട്സ് അബൌട്ട് കേരള എന്ന് പറഞ്ഞ് കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി കൂടുതലായിട്ട് നമുക്ക് ആഴത്തിൽ ഇറങ്ങി പഠിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. നമുക്ക് അതിൽ തന്നെ ക്വസ്റ്റ്യൻസ് നോക്കി നമുക്ക് നെക്സ്റ്റ് വരുമ്പം ഹൈക്കോർട്ടിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ കേരള, അതിൽ തന്നെ ജോഗ്രഫി, ഹിസ്റ്ററി, അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് കുറച്ച് ഏരിയാസ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. പിന്നെ ജനറൽ സയൻസും നോർമൽ ആയിട്ടുള്ള പോലെ ബയോളജി ഒക്കെയാണ് വരുന്നത്. അതിൽ തന്നെ IT വരുന്നുണ്ട്, കറണ്ട് അഫേഴ്സ്, ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫിയാണ് വരുന്നത്, ഇന്ത്യൻ ഹിസ്റ്ററിയും അതുപോലെ വേൾഡ് ഹിസ്റ്ററിയും, എക്കണോമി, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റൽ ഇഷ്യൂസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇന്റർനാഷണൽ റിലേഷൻസും ഇവന്റ്സും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ്, അതിൽ തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ട ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇനി ഇംഗ്ലീഷ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. 50 മാർക്കിന്റെ ഇംഗ്ലീഷിൽ ഇഡിയം ആൻഡ് ഫ്രേസസ്, എസ്പെഷ്യലി നമ്മുടെ ലോവുമായി ബന്ധപ്പെട്ട കുറച്ച് ഏരിയാസ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണം. സിനോണിംസ്, സെന്റൻസ് അറേഞ്ച്മെന്റ്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ട്രാൻസ്ഫോർമേഷൻസ്, ജോയിനിങ് സെന്റൻസസ്, അതുപോലെ എറർ കറക്ഷൻസ്, ആന്റോണിംസ് ഒക്കെയാണ് വരുന്നത് ഒരു സെറ്റ്. പിന്നെ പാസേജ് കംപ്ലീഷൻ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, സബ്സ്റ്റിറ്റ്യൂഷൻ, പ്രിപ്പോസിഷൻ, സ്പെല്ലിംഗ് ടെസ്റ്റ്, എറർ കറക്ഷൻ, പാരാ കംപ്ലീഷൻ ഒക്കെയാണ് വരുന്നത്. ഇനി അതിന്റെ കൂടെ തന്നെ നമുക്ക് പാർട്ട് 2, അതായത് ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ഒരു സെറ്റ് വരുന്നുണ്ട്. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് പ്രിസൈസ് റൈറ്റിംഗ്, ഷോർട്ട് എസ്സേസ്, കോംപ്രിഹെൻഷൻ, അവിടെയൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എക്സാമിന്റെ പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും നമുക്ക് വരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ടായിരിക്കും. നമുക്ക് OMR ഷീറ്റിലാണ് എക്സാം വരുന്നത്. 100 മാർക്കിന്റെ ചോദ്യമാണ്. ഇംഗ്ലീഷിലായിരിക്കും നമുക്ക് എക്സാം മീഡിയം വരുന്നത്. ഇനി അതുപോലെ തന്നെ 1/4 ആയിരിക്കും നെഗറ്റീവ് മാർക്ക് വരുന്നത്. 100 മാർക്കിന്റെയാണ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുവരെ ആയിട്ട് നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല.
അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വിത്തിൻ ഒരു 2-3 മന്ത്സ് ഒക്കെയാണ് നമുക്ക് എക്സാമിന് കിട്ടുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ തന്നെ നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാം വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കത് സിംപ്ലി എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഇതിന് ശേഷം നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് ശേഷം നമുക്കൊരു 10 മാർക്കിന്റെ എന്താണ് വരുന്നത്, ഇന്റർവ്യൂ കൂടിയിട്ടാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ക്ലാസ് പഠനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടീച്ചേഴ്സായിട്ട് വരികയാണ്. അതിൽ നമുക്ക് Day 1, Day 2, Day 3 ഇതിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് Day 1 മുതൽ ഇംഗ്ലീഷിന്റെ ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ് വീക്ക്ലി ഉണ്ടാകും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, PDF നോട്ട്സ്, റെക്കോർഡഡ് സെഷൻസ്, കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് പ്രിപ്പറേഷൻസും ഒക്കെയാണ് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കോഴ്സ് നിങ്ങൾക്ക് Tier 1ഉം Tier 2ഉം, അതായത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവും ഒബ്ജക്റ്റീവും ഇന്റർവ്യൂ കൂടെ ചേർത്തിട്ട് 3500 മാത്രമാണ് നമ്മുടെ ഫീസ് വരുന്നുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇപ്പോഴേ മുതലൊന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വരുന്ന വർഷം നിങ്ങൾക്ക്, അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിയമനം ലഭിക്കുന്ന വളരെ നല്ലൊരു ജോബ് തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് വിളിച്ചാൽ മതിയാകും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.